ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയത് എന്താണ്? ബുക്ക് മാർക്സ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. അതിന് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ്. അങ്ങനെ കാർഡ്ബോർഡ് പീസ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈടെയായിട്ട് വീട്ടിൽ കുറേ ബുക്സ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാണുമ്പോൾ അതൊരു മോശമല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ചെറിയൊരു ഓർഗനൈസർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ യൂസ് ചെയ്ത് അതിനെന്താക്കാം, കവർ ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിലുപരി ഇവിടെ കാലിയാക്കൽ ചടങ്ങാണ് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് കുറേ ബ്ലാക്ക് ചാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കാർഡ്ബോർഡ് പീസസ് ഒക്കെ ഞാൻ കവർ ചെയ്തെടുത്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. കാർഡ്ബോർഡ് പീസ് ഫുള്ളൊന്നും കവർ ചെയ്തില്ല, കാരണം ഇവിടെ ബുക്ക് വെക്കുന്നത് കൊണ്ട് അതൊന്നും കാണത്തില്ല. സോ കാർഡ്ബോർഡ് പീസെല്ലാം നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഫെവിക്കോൾ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ കയ്യിൽ ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ എല്ലാം തീർന്നിരിക്കുകയാണ്. സോ ഫെവിക്കോളാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത് ഞാൻ യൂസ് ചെയ്തു. നെക്സ്റ്റ് എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഡെയിലി ഓരോരോ ഓർഗനൈസറും പിന്നെ വാൾ ഡെക്കറും എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ മടിയാണ് കാരണം. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇനി എന്തായാലും ഡെയിലി ഒരു ഓർഗനൈസറാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുള്ളത്. കാരണം കുറേ കാർഡ്ബോർഡ് പീസസ് ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ ഒന്നും കളയത്തില്ല, എല്ലാം എടുത്ത് വെച്ച് ഇപ്പോൾ ഒരു ബോക്സ് ഫുൾ കാർഡ്ബോർഡ് പീസസാണ് എൻ്റെ അടുത്തുള്ളത്. അങ്ങനെ അതെല്ലാം ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിനെ കുറച്ചൊന്ന് മിനുക്കിയെടുക്കൽ പണിയാണ്. അങ്ങനെ ഒരു വാഷി ടേപ്പ് യൂസ് ചെയ്ത് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ അതിൻ്റെ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് കൊടുത്തിട്ടില്ല, കാരണം ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേണ്ട പോലെ ഞാൻ ചെയ്തെടുക്കാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ബുക്ക് വെച്ച് കൊടുക്കാം. ഈ 3, 2, 5 ബുക്ക് വെക്കാൻ വേണ്ടിയാണ് എൻ്റെ ഈ പ്രഹസനങ്ങൾ. കാരണം ഇതും ഒന്ന് ഒതുക്കി വെക്കണമല്ലോ. അങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതിൽ നിന്നൊരു ബുക്ക് എടുത്ത് വായിക്കാൻ തന്നെ തോന്നും കാണുന്നവർക്ക്. നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ എനിക്ക് തോന്നും. സോ ദിസ് ഈസ് അവർ ബുക്ക് ഓർഗനൈസർ. ഒരു ക്യൂട്ട് ഓർഗനൈസറാണ്. ഞാൻ ഇത് ഉണ്ടാക്കിയത് എവിടെ വെക്കാനെന്ന് വെച്ചാൽ ഇവിടെ വെക്കാൻ. വീട്ടിൽ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തു. സോ ബൈ.